1450 രൂപ 50 പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കഷ്ടപ്പെടണം. 1450 രൂപ 50 പൈസ ഉണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാ. ഇയാളെ തനിക്കറിയോ? എനിക്ക് ഇയാളെ ഒരു പരിചയമില്ല. അവിടുത്തെ എയർപോർട്ട് തൊട്ടേ എന്റെ പിന്നാലുണ്ട്. ഇയാളായിരിക്കും ബാഗ് എടുത്തത്. സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ എക്സിബിഷന് വെച്ചിരിക്കുന്നു. ഏഷ്യയിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാ. அந்த மாதிரி லாக்கர்ல தான் எக்ஸிபிஷன் ஹால்ல திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனாலதான் இவன் மேல எனக்கு சந்தேகம். You stupid idiot fool. Naughty. അയ്യോ എന്നെ മെഷീൻ കൊണ്ടുവന്നോ. മൂക്കിൽ പറ്റി. എടി ഒരു പെട്ടോളെ, നീ എവിടെയാണ് ബാഗ് വെച്ചത്? ഇതൊന്ന് വിറ്റാ പിന്നെ നമ്മുടെ ജീവിതം റാം പാം. Call the police. അയ്യോ അപ്പോൾ മാല പിടിച്ചോ. ഹായ് ഞാൻ തരാം. നിന്നെ ഞാൻ എന്റെ കൂടെ വന്നാ എന്റെ കാര്യത്തിന് കൂട്ടുനിന്ന സമ്മാനായിട്ട് ഇത് തരാം. ഇല്ലത്തെ കല്യാണത്തിന് മാറാപ്പും തോളിൽ കെട്ടി ആകാശവും ഭൂമിയും പോകുന്നേ. കയ്യിൽ വെള്ളിത്താലം കൊണ്ട് മുടി കെട്ടി പൂവും ചൂടി വാർമേഘ പെണ്ണും പോകുന്നു. എന്തിനാ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കിയത്? അച്ഛനതല്ലേ തുടങ്ങാറ്. ഇത്തവണ അച്ഛനെ കിട്ടില്ല, അതുകൊണ്ട് ഏട്ടനെ തന്നെ. കള്ളന്മാരൊക്കെ നിറയുള്ള കാലം. പൂവാരി തൂവാൻ കൂടെ നീ. ഇറങ്ങടി വെളിയിൽ. Excuse me, Mr. ഹംസക്കോയുടെ റൂം ഏതാണ്? ഞാൻ ഹംസോ അല്ല താറാവോ അല്ല. ഞാൻ കറുത്തോന്ന് എനിക്കെങ്ങനെ ഭാഷ. കാറ്റ് വന്നിക്ക് മീശ വെച്ചതുപോലെ ഒരു ഞാനാഴ്ച അവനെ തെരഞ്ഞു നടക്കുക. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചത്. ശോഭരാജിനെ പിടിക്കാൻ അത്ര പാടില്ല. എത്ര? എന്താ നീ ആനെ വാങ്ങാൻ പോകുന്നു? മാലയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ വൻ ഗ്രൂപ്പ് ഉണ്ട്. ചേട്ടാ ഈ ചെറുപഴം എന്താവല്ല? ഏത് തറവാട്ടിൽ ഏത് മാല? ആരുടെ മാല? അമ്മയുടെ മാല. അമ്മ ചത്തപ്പോ കൂടെ കുഴിച്ച് താഴോട്ട് പോയി. സോറി, മറുപടി തരാൻ നേരം. നീ എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേള. എവിടെ നിന്റെ അമ്മായി പോലെ രണ്ടാം കെട്ടിന് മാലേ കേക്ക് തിന്നുന്നു. അസംബ്ലി പിരിച്ചുവിട്ടു.